ഹേ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അറ്റ് ലാസ്റ്റ് ദേവര എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. എന്ത് പറയാണേ, ആകെ മൊത്തം ഒരു അവിയൽ പടം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ശരി, പോസിറ്റീവ്സ് ആയിട്ട് എനിക്ക് ചുരുക്കം തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. നുള്ളി പറക്കി പറയാൻ. ജൂനിയർ NTR പടം മൊത്തത്തിലുള്ളതല്ല, ആ ദേവര എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ലീഡ് ചെയ്തിരിക്കുന്ന ജൂനിയർ NTR ചില ഭാഗങ്ങളിൽ എടുത്തു പറയാണ്, ചില ഭാഗങ്ങളിൽ നന്നായിരുന്നു. അനീൻ്റെ മ്യൂസിക്, ഞാൻ ഈ പടം തമിഴിലാണ് കണ്ടത്. അനീൻ്റെ മ്യൂസിക് ആയതുകൊണ്ട് തമിഴിൽ തന്നെയാണ് കണ്ടത്. അത് ഇല്ലായിരുന്നെങ്കിൽ പടം ചത്തുപോയനെ, അല്ലെങ്കിൽ ഏറെക്കുറെ പാതി ചത്താണ്ടിരുന്നത്. ഇതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ലിറ്ററലി ഞാൻ ഉറങ്ങിപ്പോയേനെ. ഞാൻ ചത്തേനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പടമല്ല, ഞാൻ ചത്തേനെ. പിന്നെ ജാൻവി കപൂർ ആക്ടിങ്ങോ മറ്റേ ഡയലോഗ് അതൊന്നുമല്ല, കാണാൻ കാണാൻ മാത്രം കൊള്ളാം. പിന്നെ മറ്റേ ചുണ്ടമല്ലിയ ചെത്തിമുല്ലയ എന്തൊരു ആ പാട്ട്, അതും കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ചുരുക്കം ഫൈറ്റ് സീക്വൻസസ്, ഇൻ്റർവൽ ബ്ലോക്കിന് അടുപ്പിച്ചുള്ള ഒരു ഫൈറ്റ് സീക്വൻസസ് നന്നായിട്ട് എനിക്ക് തോന്നി. പിന്നെ ചില ഇടത്തൊക്കെ VFX നന്നായിട്ടുണ്ടെന്ന് എന്ന് വെച്ചാൽ അത്ര അടിപൊളി എന്നല്ല, നമുക്ക് ആ ഒരു സീൻ അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ കൊള്ളാമെന്ന് തോന്നി. പിന്നെന്താ, പ്രകാശ് രാജ് പുള്ളീൻ്റെ സ്റ്റോറി ടെല്ലിങ് രീതി എപ്പോഴത്തെയും പോലത്തെ ഒരു സ്റ്റോറി ടെല്ലിങ് രീതി, പുള്ളിക്ക് അതൊരു കേക്ക് വാക്കാണ്, അതും കൊള്ളാം. പിന്നെ അത്രേ പറയാനുള്ളൂ, സത്യം പറയാൻ. ദ വോൾ മൂവി എടുത്ത് പറയുകയാണെങ്കിൽ അട്ടർ ക്രിഞ്ച് ഫെസ്റ്റ്. അതിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒന്ന് കടിച്ചു പിടിച്ചൊക്കെ ഇരിക്കാം. ഫസ്റ്റ് ഹാഫിൽ എന്താണ്, എവിടെയാണ് മറ്റേ തങ്കച്ചി പാസം, മകൻ പാസം തുടങ്ങിയ സകല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് എത്തപ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് തിരിയാൻ പോകുന്നത്. നരനൊക്കെ ഉണ്ട് കേട്ടോ പടത്തിൽ. ഷൈൻ ടോം ചാക്കോ, എൻ്റെ ദൈവമേ, ഹൂഫ്. പൈററ്റ്സ് ഓഫ് ദി കറേബിയനിലെ മറ്റേ മച്ചാനില്ലേ ഒരു കണ്ണു അടച്ചു പിടിച്ചു, അതുപോലെ എൻ്റെ ദൈവമേ, പുള്ളിനെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ആ രീതിയിൽ പുള്ളിനെ അവിടെ കൊണ്ട് തേച്ച് എല്ലായിടത്തും കൊണ്ട് പുള്ളിനെ ഊക്കലാണ്. ബീസ്റ്റി കൊണ്ട് മറ്റേ സൂട്ട് കേസ് ആക്കുക, ഇവിടെ കൊണ്ട് മറ്റേ ഇങ്ങേരാക്കുക, എന്തോന്നാണ് പുള്ളിക്കോ ബോധമില്ല, കൊണ്ടുപോകണവരെങ്കിലും. പിന്നെ നമ്മുടെ മച്ചാനുണ്ട് സായിഫ് അലി ഖാൻ, വില്ലത്തരം എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെയാണ് കാണിച്ചു കൊടുക്കണം. പുള്ളിക്ക് മാത്രമേ അത് വില്ലത്തരമായിട്ട് തോന്നുള്ളൂ കേട്ടോ. അത് പുള്ളിക്ക് മാത്രമേ തോന്നുള്ളൂ, വേറെ ആർക്കും തോന്നില്ല അങ്ങനത്തെ കാര്യം. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നമ്മൾ പറയുമ്പോൾ തോന്നുന്ന കാര്യവും അല്ലെങ്കിൽ കുറേ പേരെയൊക്കെ അറിയിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. ഷാർക്കിനെ അടിച്ചു തൂക്കി നമ്മുടെ ജൂനിയർ NTR കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്കതിനെ കാണാൻ പറയാം, CGI അവിടെ ഇതിൻ്റെ മൂട്ടിൽ എഴുതി വെച്ചിരിക്കണം CGI എന്ന്. ആ സാരം അവർ സൈഡിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു CGI. അധികം ബോധവും വിവരവും ബുദ്ധിയൊന്നും ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സൈഡിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ് CGI എന്ന് പറഞ്ഞ്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പടം മൊത്തം എന്താ പറയുക, നമുക്ക് ഭയങ്കര ടെംപ്ലേറ്റാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, ടെംപ്ലേറ്റ് സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ പഴയ പടങ്ങളിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ ഒരു സ്മഗ്ലിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു നായകൻ, എന്നാൽ അതുകൊണ്ട് പുള്ളിക്ക് തന്നെ ഉണ്ടാകുന്ന കുറച്ച് വിപത്തുകൾ ഉണ്ടാകുന്നു. എന്നിട്ട് പുള്ളീൻ്റെ ടീമായിട്ട് മാറാൻ പറയുമ്പോൾ പുള്ളി മാത്രം എലോണായിട്ട് ഒരു സോളോ പോലെ എന്തുന്നത്, ബാക്കിയുള്ളവരെല്ലാം പുള്ളീനെ വകവരുത്താൻ നോക്കി അവർക്ക് ആ വഴി കൂടെ തന്നെ കാശുണ്ടാക്കാൻ നോക്കുന്നു. ആ ഒരു സംഭവമാണ് കഥ മൊത്തം പിടിച്ചിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും പഴയ കഥ ഒരുമാതിരി ഉള്ള ഒരു കഥ, ഇതിൽ എന്തെങ്കിലുമൊക്കെ വല്ലതും ഉണ്ടായാലുണ്ട്, വല്ല മാസ സാധനം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് വിചാരിച്ചാണ് ഞാൻ ഇൻ്റർവെൽ ബ്ലോക്ക് വരെ കണ്ടത്. ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് ഒരു 5 മിനിറ്റായി. 5 മിനിറ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പടം കയ്യിൽ നിന്ന് പോയി. ഇവിടെ സെക്കൻഡ് ഹാഫിൽ ജൂനിയർ NTR നമ്മുടെ മോനായിട്ടാണ്, ദേവരൻ്റെ മറ്റേ വെട്ടിക്കളഞ്ഞിട്ട് വരയായിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ വരൻ്റെ കേസ് വേറെ, മുതുകിലൊക്കെ വരയൊക്കെ വരച്ചു വെക്കും. വരയായിട്ടാണ് പറഞ്ഞത്. എന്തോന്നാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. കുറേ ഇടത്തൊക്കെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ ടോട്ടൽ സ്ക്രീൻ പ്ലേ അങ്ങ് പോയി. പടം വേറെ ഏതോ ഒരു പടമായി പോയി. ആ ഒരു രീതിയിലാണ് സെക്കൻഡ് ഹാഫിലെ സ്ക്രീൻ പ്ലേ മൊത്തം. അതിൽ കോമഡി പോലെ കുറേ കോമഡിയും
പിന്നെ ഒരു ഗോതയെ കിടന്നുള്ളൊരു അടിയുണ്ട്. അതാണെങ്കിൽ മൊത്തം എന്താ പറയുക, നമുക്ക് ഒട്ടും ദഹിക്കാത്ത രീതിയിലുള്ള ഒരു സാധനം. എനിക്ക് ഒട്ടും ദഹിച്ചില്ല പേഴ്സണലി ഫോർ മീ. പിന്നെ ലവ് ട്രാക്ക്, റൊമാൻറ്റിക് ട്രാക്ക്, എൻ്റെ പൊന്നോ, ശ്രീവല്ലിയും പുഷ്പയിനെക്കാട്ടും പൊളിയായിരുന്നടേ ഇത് കണ്ടപ്പോഴത്തേക്ക്. അത് എന്താണെന്നറിയില്ല, കുറെ ക്രിഞ്ച് ഫെസ്റ്റ് ആയിരുന്നു. അതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഈ പടം കണ്ടപ്പം അതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഈ നായികയ്ക്ക് ഈ നായകനെ ഇഷ്ടമല്ല, എന്നാൽ വേറൊരു നായികയ്ക്ക് നമ്മുടെ നായകനെ ഇഷ്ടമാണ്. അപ്പോൾ ഈ നായിക പറയാണ്, നിനക്കിഷ്ടമല്ലെങ്കിൽ വിട്ടിട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവനെ ഇതായിക്കോളാം, നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ അവനെ കെട്ടിക്കോളാം, അല്ല നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ വേറൊരു തന്നെ അവൻ്റെ കൂട്ടുകാരനെ ഞാൻ കെട്ടിക്കോളാം, കാരണം യവ കഴിഞ്ഞാൽ പിന്നെ സുന്ദര അവനാണെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ നായികയ്ക്ക് ഉണ്ട്, യവനെ വേണം, കുറച്ച് കഴിഞ്ഞാൽ അവളെ വേണ്ട. അപ്പോൾ യവനെ വേണമെന്ന് പറയുമ്പോൾ ഈ നായിക മറ്റവനെ നീയും ബാ നമുക്ക് ഒരുമിച്ചാകാം, എവളെ വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു കേട്ടില്ലേ, ഇനി നിന്റെ ആരും പോടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പറ്റും. പിന്നെ നമ്മുടെ ഭീഷ്മപർവ്വത്തിൽ നമ്മുടെ വില്ലനില്ലടേ, അപ്പോൾ എന്തായിരുന്നു പുള്ളിൻ്റെ പേരെന്തിനായിരുന്നു, സുധീർ കാരൻ, അങ്ങനെയൊന്നും എന്ത് ആ മച്ചാനൊക്കെ ഉണ്ട്, ഒരു കാര്യമില്ല, ചുമ്മാ കുറേ CGI-യും കോപ്പും ആവശ്യമില്ലാത്ത വിളിയും. നമുക്ക് ഇപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ. അതായത് ആദ്യമേ അനൗൺസ് ചെയ്തു ദേവര പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 2ന്റെ കഥ എന്താണെന്നറിയോ, ദേവരേനെ കൊന്ന ആരാണെന്ന് അറിഞ്ഞുകൂടാ. എന്തിനാണ് എല്ലാവരും പറഞ്ഞത് ഈ വയറിളക്ക പോലെ എന്തിനാണ് സെക്കൻഡ് പാർട്ട്? നിങ്ങൾക്ക് എൻ്റെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ സെക്കൻഡ് പാർട്ട്? ബാഹുബലിയൊക്കെ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കിയതിന് നമുക്കൊരു അർത്ഥം ഉണ്ടെന്ന് പറയാണേ, അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, അനീൻ്റെ മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവസാനത്തെ ഫൈറ്റ് ചെയ്യുമ്പോൾ മറ്റേ കടലിൻ്റെ നടുവിൽ കിടന്നാണ് കേട്ടോ, ഡോൾഫിൻ പൊട്ട ഷാർക്കൊക്കെ ആയിട്ട് ഒരു ഇതുണ്ട്, ഷാർക്കിനെയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജൂനിയർ NTR ഒരു കിടിലൻ ഡിസ്റ്റൊക്കെയാണ് അവസാനം പ്രകാശ് രാജ് റിവീൽ ചെയ്യണത്. ഇത് കണ്ടപ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫിയർ സോങ് ഉണ്ട്, അത് കിടിലായിരുന്നു. ആ ഒരു പോർഷൻ അടിപൊളിയായിരുന്നു. ഈ ഫിയർ സോങ്ങിൻ്റെ ആ ഒരു ട്രാക്ക് വരുന്നു, ഈ ഇടി അടക്കുന്നു. ഞാൻ എൻ്റെ ഒരു 10 സെക്കൻഡ് ഞാൻ കണ്ണടച്ചിരുന്നപ്പോൾ ആ ഒരു മൊത്തം ഒരു 7.1 സിസ്റ്റത്തിൽ ഈ ഒരു മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. കണ്ണു തുറന്നാൽ പോയി. ഞാൻ എന്താ പറയണ്ടത് ഇനി, നിങ്ങളൊരു പടം കണ്ടു നോക്ക്. ഇതൊരു സ്പോയിലർ വീഡിയോ ആയിട്ടാണ് ഞാൻ ടൈറ്റിലിനും കൊടുത്തേക്കാം, സ്പോയിലേഴ്സ് ഒന്നും ഉണ്ടെന്ന്. അപ്പോൾ ഇടിച്ചു കയറി വന്ന് ഊക്കാൻ നിൽക്കരുത്. കാണുന്നവന്മാരൊക്കെ പറയുമ്പോൾ നമ്മുടെ മറ്റേ ലിയോദാസ് 100 പേരെ ഒരുമിച്ചടിച്ചപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സാധനം ഉണ്ടെന്ന് പറയാം. ലോജിക്കല്ല, ലോജിക്ക് നോക്കി പടം കണ്ട് കാണുന്ന പരിപാടി ഞാൻ പണ്ടേ നിർത്തിയതാണ്. എല്ലാവരും പറയാം RRR മറ്റേ ഇല്ലോജിക്സിന്റെ കളിയാണ്, ബാഹുബലിയിൽ മറ്റേ പന വളയ്ക്കണം, പിന്നെ ഈ ഇല്ലോജിക്കല്ലേടെ. അതുപോലെ തന്നെ ലോജിക്കിനൊക്കെ ഒരു പരിധി വരെ ഇതാക്കി നിർത്തുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ARMന്റെ കേസിലും എനിക്ക് വളരെ റെസ്പെക്റ്റ് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ പടത്തിൽ തീർത്തു. ഇതുവരെ അവരൊരു വേറൊരു സീക്വലോ പ്രീക്വലോ അനൗൺസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടോ ഒരു നല്ല കാര്യമായിരുന്നു, അവിടെ തീർത്തു അവർ. ഇത് ചുമ്മാ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് കണ്ടു നോക്കണേ, ഒന്നും പറയാനില്ല. അനിരുദ്ധിന്റെ മ്യൂസിക് മാത്രം, അത് മാത്രമുണ്ട്. ആ ഫിയർ സോങ്ങും പിന്നെ മറ്റേ ചെണ്ടുവല്ലിയും, അത്രേ ഉള്ളൂ. ബൈ.